അങ്കിൾ, ജെനി അവളാണ് ശരി. ശരിക്കും പറഞ്ഞ അവൾ നല്ലൊരുപാട് ആൾക്കാരുടെ അടുത്താണ് എത്തിപ്പെട്ടത്. അതിന് പാർവതിയോടും കാശിയോടും അവൾക്ക് നല്ലൊരു ജീവിതം കൊടുത്ത അയലിനോടും ഈ ജന്മം നിങ്ങൾ എല്ലാവരും കടപ്പെട്ടവരാണ്. അതുകൊണ്ട് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അവരെ മാറ്റിയിരുത്തതേ ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ നോക്ക്. തെറ്റ് പറ്റിപ്പോയി മോനെ, വലിയ തെറ്റ്. ഇവന് വേണ്ടി ഞങ്ങളുടെ മോളെയും അവളുടെ ഭർത്താവിനെയും കൊല്ലായിരിക്കുമായിരുന്നു. നീ എന്താ സേവിയറെ പറയുന്നത്? എബ്രഹാം ചോദിച്ചു. അത് ഇച്ചാൻ ഇപ്പോൾ വന്ന് സത്യം പറയാതിരുന്നെങ്കിൽ അത് തന്നെ നടക്കുമായിരുന്നു. അതിനുശേഷം അവൻ ക്രിസ്റ്റി വിളിച്ച് തങ്ങളെ തെറ്റിയിരിപ്പിച്ച് ഓരോന്നും അയാൾ അവരോട് പറഞ്ഞു. അവരോടുള്ള പക അത് നിന്നെ കരിവാക്കി വീട്ടാനായിരുന്നു അവൻ്റെ പ്ലാന്. തൽക്കാലം അവൻ്റെ മുമ്പിൽ സത്യങ്ങൾ അറിഞ്ഞൊന്നും നീ ഭാവിക്കേണ്ട. അവൻ വിളിക്കുമ്പോൾ എപ്പോഴത്തെ പോലെയും സംസാരിക്കും. അവൻ്റെ മുന്നോട്ടുള്ള ചുവടുകൾ എന്തെന്നറിയാലോ. എനിക്ക് അങ്ങനെ ഒരു മകനില്ല സേവിയറെ. എത്രയും വേഗം അവൻ്റെ മരണം കാണണമെന്ന് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം. അതിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലും. റാംസിംഗ് ഉച്ചത്തിൽ ആർത്തു കരഞ്ഞു. ക്രിസ്റ്റിക്ക് അയാളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയില്ലായിരുന്നു. ക്രിസ്റ്റിയാളുടെ തോളിൽ കരങ്ങൾ വെച്ച് വിളിച്ചതും അയാൾ ആ കരങ്ങൾ തട്ടിയെറിഞ്ഞു. എൻ്റെ മക്കളുടെ ശരീരം പോലും അവസാനം എന്ന് കാണാൻ പറ്റാത്ത വിധം നശിപ്പിച്ച് കളഞ്ഞില്ലേ ആ ഡാഷ് മോന്. വെറുതെ വിടില്ല ഞാൻ. അവനെയും അവൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളില്ലാതാക്കിയ പോലെ അവർ ഓരോരുത്തരെയും എനിക്കില്ലാതെയാക്കണം. അങ്ങിൽ സമാധാനിക്ക്. ഞാനില്ലേ, അവർക്ക് വേണ്ടി ഞാൻ അവനോട് കണക്ക് ചോദിക്കണം. എങ്കിലെനിക്ക് സമാധാനം കിട്ടൂ. കൊണ്ടുതരില്ല നീ എനിക്ക് ആ കാശിയുടെ തല. അതെൻ്റെ ഈ കരങ്ങൾ കിടന്ന് പുളയുന്നത് കാണണം. കൊണ്ടുതരുമോ ക്രിസ്റ്റി? നീ എനിക്ക് പറ. അതൊരു അലർച്ചയായിരുന്നു. കൊണ്ടു തന്നിരിക്കും ഞാൻ. കാശിയുടെ ശരീരത്തിൽ നിന്നും വെട്ടിയെടുത്ത് അവൻ്റെ തലഭാഗം അത് ഈ കരങ്ങളിൽ തന്ന് ഈ കാലുകളിട്ട് ചവിട്ടി മെതിക്കാനായി തന്നെ കൊണ്ടു തന്നിരിക്കും ഞാൻ. മതി, അത് മാത്രം കേട്ടാൽ മതി എനിക്ക്. കാശിയിൽ നിന്ന് കാണണമെന്ന് പറഞ്ഞു കാൽവിനേട്ടനും അങ്കിളും. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അങ്കിൾ അവസ്ഥ അത്രമാത്രം മോശമായിരുന്നു. ഞാനും ശ്രീ നാളെ തന്നെ വരാം. കാരണം ഇനി അവൻ്റെ ആയുസ് നീട്ടിക്കൊണ്ട് പോകുന്നത് നല്ലതല്ല, കാശി പറഞ്ഞു. ഏട്ടന്മാർ എപ്പോൾ വരും? ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ നിന്നെ വിളിക്കാം. പിന്നെ തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ നീയും വരണം. അടുത്ത് നിന്നെ കൊണ്ട് എനിക്ക് വേണ്ടത് വൈകിയാണ്. അതെങ്ങനെയെന്നൊക്കെ ഇവിടെ വന്നിട്ട് പറയാം ഞാൻ. ഓക്കെ ഏട്ടാ. ഹൈദരാബാദ് ഫ്ലൈറ്റ് ഇന്ന് നൈറ്റ് തന്നെ റെഡിയാക്കി തരാൻ പറ്റുമോ? ഫോണിൽ കൂടെ വൈകി അവൾക്ക് പരിചയമുള്ള എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ച് ചോദിച്ചു. ഇല്ല വൈക, 2 ദിവസത്തേക്ക് ഫുള്ളാണ്. നേരത്തെ തന്നെ ബുക്കിംഗ് ഉണ്ട്. പല ഫിലിംസിൻ്റെയും ഫിലിം ആക്ടേഴ്സ്, ഡയറക്ടർ, പ്രൊഡ്യൂസർ, അങ്ങനെ ഒരുപാട് പേര് ഹൈദരാബാദ് ഷൂട്ടിങ്ങിന് വേണ്ടി. പിന്നെ അല്ലാതെ ഒരുപാട് ആൾക്കാർ. 2 ദിവസം കഴിഞ്ഞ് ഓക്കെ ആക്കി തരാൻ പറ്റുമോ? നിനക്ക് അത്യാവശ്യമായിരുന്നു. അത് ഞാൻ ചെയ്തു തരാം. ഓക്കെടാ. ഇനി അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് വിളിക്കേണ്ടല്ലോ ഞാൻ. വേണ്ട, ടിക്കറ്റ് എന്നത്തേക്കെന്ന് കൺഫേം ആക്കിയ ശേഷം ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം, പോരെ? അത് മതി. ഈ സമയം കാശിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തെളിഞ്ഞ സന്തോഷത്തിലായിരുന്നു വൈക. ഒപ്പം ക്രിസ്റ്റി അറിയാതെ തന്നെ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞ മതിയാകുന്ന ചിന്തയും അവളിൽ നിറഞ്ഞു നിന്നു. പ്രണവ് പറഞ്ഞു കൊടുത്ത പ്രകാരം തന്നെ കാശിയും ശ്രീയും കൂടെ ക്രിസ്റ്റിയുടെ വീട്ടിൽ വന്നിരുന്നു. അവരെ കാത്തു തന്നെ പുറത്ത് പ്രണവും കാൽവിനും നിൽപ്പുണ്ടായിരുന്നു. പ്രണവ് കാശി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഒപ്പം ശ്രീയെയും. ഒപ്പം അവർ 2 പേരെയും കാൽവിൻ മുന്നിലേക്ക് കൊണ്ട് നിർത്തി. കാൽവിനല്ലേ? ഞാൻ കാശി. അവന് നേരെ കരങ്ങൾ നീട്ടിക്കൊണ്ട് പറയുമ്പോൾ ബാക്കി പറയാൻ സമ്മതിക്കാതെ ഒരു പുഞ്ചിരിയോടെ തന്നെ കാൽവിൻ പറഞ്ഞു. കാശിയല്ലേ? എനിക്കറിയാം, പ്രണവ് പറഞ്ഞു. ഒരുപാട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒരുപാട് അറിഞ്ഞു കഴിഞ്ഞിരുന്നു ഈ ദിവസങ്ങളെ. അങ്കിൾ, കാശി ചോദിച്ചു. അകത്തുണ്ട്, നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ നിമിഷം തന്നെ കാശിയും ശ്രീയും അവർക്കൊപ്പം അകത്തേക്ക് ചെന്നു. കാൽവിനും പ്രണവിനൊപ്പം അകത്തേക്ക് വന്ന കാശിയും ശ്രീയും അയാൾ മാറി മാറി നോക്കി. കാരണം അതിൽ കാശി ആരെന്ന് അയാൾക്കറിയില്ല. അത് മനസ്സിലാക്കിയതുപോലെ അയാൾക്ക് അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് കാൽവിൻ പറഞ്ഞു. ഇതാണപ്പോൾ കാണാൻ ആഗ്രഹിച്ച കാശിനാഥ്. കാശിക്ക് നേരെ കരങ്ങൾ ചൂണ്ടിക്കൊണ്ട് കാൽവിൻ പറയുമ്പോൾ അയാൾ കരങ്ങൾ കൂപ്പിക്കൊണ്ട് കാശിക്കടുത്തേക്ക് ചെന്ന് നിന്നു. അയാളുടെ കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞു. പെട്ടെന്ന് അയാൾ കാശിയോടായി പറഞ്ഞു, പൊറുക്കണം ഈ അച്ഛനോട്. അത്രയും പറഞ്ഞ് അവൻ്റെ കാൽക്കൽ വീഴാൻ പോയ ഇബ്രാഹിമിനെ അതിനനുവദിക്കാതെ കാശി പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്കിൾ എന്തായി കാണിക്കുന്നത്? എൻ്റെ കാലിൽ വീഴുകയോ? മഹാപാപിയായ മകന് ജന്മം കൊടുത്തൊരു അച്ഛനാണ് ഞാൻ. മകൻ ചെയ്യുന്ന തെറ്റുകൾ അറിയാതെ അവൻ്റെ നല്ലതിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു ജീവിച്ചൊരച്ഛൻ. ആ അച്ഛൻ്റെ മകൻ കാരണം ഈ ലോകത്ത് ഒരുപാട് നാൾ ജീവിക്കേണ്ട മോൻ്റെ കുഞ്ഞു മോളെ കൊന്ന മഹാപാപിയല്ല എൻ്റെ മോന്.
അങ്ങനെയുള്ളപ്പോൾ ഞാനും പാപിയല്ലേ മോനെ. അയാൾ അത്രമാത്രം കരഞ്ഞിരുന്നു. കാശി അയാളെ പിടിച്ച് അവിടെയുള്ള ചെയറിലിരുത്തി. ഒപ്പം ഓപ്പോസിറ്റ് ചെയറിൽ അവനും ഇരുന്നു. അങ്കിൾ എങ്ങനെയാണ് പാപിയാവുന്നത്? അങ്കിൾ പറഞ്ഞിട്ടാണോ എൻ്റെ കുഞ്ഞെ ക്രിസ്റ്റി കൊന്നത്? അല്ലല്ലോ. അപ്പോൾ തെറ്റ് അവൻ ചെയ്തെങ്കിൽ അത് അനുഭവിക്കേണ്ടത് അവനാണ്, അല്ലാതെ നിങ്ങളാരുമല്ല. പ്രണയമോ വന്ന് പറയുന്നവരെ ഞാനും എൻ്റെ ഭാര്യ അന്നെ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിലും അവൻ പോലും അറിയാതെ അപ്പം തന്നെ പല വിഷവും കൊടുത്ത് കൊന്നുകളഞ്ഞേനെ ഞാൻ. കാശി ഒന്നും മിണ്ടിയില്ല. മോനെ കാശി, ഞാൻ നിന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയുമോ? എന്താങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് കൊല്ലണം അവനെ. ഞാൻ ജന്മം കൊടുത്തു. ഈ ഭൂമിക്ക് ഭാരമായ എൻ്റെ മകനായിരുന്ന ക്രിസ്റ്റിയെ ഒരിക്കലും ആ വൃത്തികെട്ട പാപക്കറം മോൻ്റെ ഈ കരങ്ങൾ കൊണ്ട് അശുദ്ധമാക്കാൻ പാടില്ല. അതെനിക്ക് എൻ്റെ ഈ കരങ്ങൾ കൊണ്ട് തന്നെ ചെയ്യണം. നാളെ ഞാൻ മരിച്ച് മണ്ണോടണിയുമ്പോൾ പോലും മനസ്സ് ശാന്തിയും സമാധാനവും ലഭിച്ച് ഈ ലോകത്ത് നിന്നും തന്നെ പോകണമെങ്കിൽ അവനെ ഞാൻ തന്നെ കൊല്ലണം. എങ്കിൽ മാത്രമേ അവൻ നല്ല ഈ ലോകത്ത് നിന്നും പിഴുതെറിയപ്പെട്ട കുഞ്ഞു ജീവനുകൾക്കും ആത്മശാന്തി കിട്ടൂ. ഒപ്പം എനിക്കും സംതൃപ്തിയും. ഒരച്ഛനും അമ്മയും ആഗ്രഹിക്കില്ല സ്വന്തം മക്കളുടെ മരണം. എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിഷജന്തുക്കളെക്കാൾ ക്രൂരനായ എൻ്റെ മകൻ്റെ മരണം. അത് സംഭവിക്കണമെന്ന്. തീർച്ചയായും അത് നടക്കും. ക്രിസ്റ്റിയുടെ മരണം സംഭവിക്കേണ്ടതായ സമയമാവുമ്പോൾ ഞാൻ വരും അങ്കിളിനെ എനിക്കൊപ്പം അവൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ. അതുവരെ അവനൊന്നും അറിയരുത്. ഇല്ല മോനെ, ഒരിക്കലുമില്ല. അവന് യാതൊന്നും അറിയില്ല. അത് ഈ അച്ഛൻ മോന് തരുന്ന വാക്കാണ്. പിന്നെയും ഏറെ നേരം സംസാരിച്ചിരുന്ന അവർ ഒപ്പം മഞ്ഞ കൊണ്ട് കൊടുത്ത ജ്യൂസും കുടിച്ച ശേഷമാണ് മൂവരും അവിടെ നിന്ന് മടങ്ങിയത്. പാറു ഛർദ്ദിച്ച് തളർന്നു രേണുകയുടെ മടിയിലേക്ക് വാടി വീണു. മോളെ പാറു, കണ്ണു തുറന്ന് അമ്മയെന്ന് നോക്കി. എന്നിട്ട് വെള്ളം കുടിച്ച് പാറുവിൻ്റെ കവിൽ തട്ടിക്കൊണ്ട് രേണുക പറയുമ്പോൾ അവൾ ഒരു ഞെരുക്കത്തോടെ കണ്ണുകൾ തുറന്ന് അവരെ നോക്കി. ആ നിമിഷം തന്നെ ജനിയും കാവ്യം ദേവും ചേർന്ന് അവളെ പിടിച്ചിരുത്തി. ഈ സമയം ദേവിൻ്റെ നെഞ്ചിൽ തലവെച്ച് ചാഞ്ഞിരുന്ന പാറു. ആ സമയം തന്നെ രേണുക വേഗം വെള്ളം എടുത്ത് പാറുവിൻ്റെ ചുണ്ടോട് ചേർത്തു. കുറച്ചുകൂടി കുടിച്ചിട്ട് അവൾ മതിയെന്ന് പറഞ്ഞ് കണ്ണുകൾ അടിച്ച് ദേവിൻ്റെ തോളിൽ ചാരിയിരുന്നു. ഡോക്ടറിനെ വിളിക്കണം അമ്മേ, ജനി ആദിയോട് ചോദിച്ചു. ഞാനിവിടെ ഉള്ളപ്പോൾ ആരെ വിളിക്കുന്ന കാര്യമായി ജനി ചേച്ചി പറയുന്നത്? കാവ്യ ജനിയെ നോക്കി ചോദിച്ചു. അതിന് ഡോക്ടർ ആയില്ലല്ലോ, ആവാൻ ഇനിയും ഒരു 6 മന്ത് കിടപ്പില്ലേ? ഓ, ഇതിനൊക്കെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്ന് ആവശ്യമില്ല, ഞാൻ തന്നെ ധാരാളം. എന്നാ മോള് പറ, എന്തിനാ പാറുവിന് ഇപ്പം ഇങ്ങനെ സംഭവിച്ചത്? ഇത് നോർമലി എല്ലാ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്കും സംഭവിക്കും തന്നെയാണ്. ഉദാഹരണം, അവർ കഴിക്കുന്ന ഫുഡിൻ്റെ അല്ലെങ്കിൽ ചില സ്മെല്ലിൻ്റെ അങ്ങനെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ താനെ തന്നെ മാറും. ഒരു 6 or 7 മന്ത് ആകുമ്പോൾ വരെ ചിലരിത് കാണും. അതിന് പേടിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചു നോക്ക്. ആണോ അമ്മേ? കാവ്യ പറഞ്ഞ പോലെ ആണോ? ജനി ചോദിച്ചു. അതേ മോള്, പേടിക്കാനില്ല. ഇത് കുറച്ച് മുന്നേ മോള് ജ്യൂസ് കുടിച്ചില്ലേ, അതിൻ്റെയാണ്. അത് പിടിച്ചിട്ടുണ്ടാവില്ല. അമ്മ പറഞ്ഞ കൊണ്ട് ഓക്കെ. അതെന്താ, ഞാൻ പറഞ്ഞ ഓക്കെ അല്ലേ? നീ പറഞ്ഞാലേ ഓക്കെ പോരെ? ജനി അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ വഴിക്ക് വാ. തൽക്കാലം മോൾക്ക് അല്പം കാറ്റ് കിട്ടട്ടെ. എല്ലാവരും കൂടി ഇരിക്കണമെന്നില്ല, ആരെങ്കിലും ഒരാൾ ഇരുന്നാൽ മതി മോൾക്കൊപ്പം. ഞാൻ ഇരുന്നോളാം അമ്മ ചേച്ചിക്കൊപ്പം, ദേവ് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ അപ്പുറത്ത് കാണും. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെയോ ജനിയോ കാവ്യോ സ്റ്റെല്ലയോ വിളിച്ചാൽ മതി കേട്ടോ. ഏട്ടന് ഇതുവരെ പറഞ്ഞില്ല അടുത്ത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. കുറച്ചു ദൂരം പിന്നിട്ടതും ഒരിടത്തായി വണ്ടി നിർത്തി. അതിൽ നിന്നും കാശിയും ശ്രീയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് പിന്നാലെ ഇറങ്ങിക്കൊണ്ട് തന്നെ പ്രണവ് ചോദിച്ചു. ഇനി എനിക്ക് വേണ്ടി നീ വൈക, അവളെയാണ് ഇവിടെ എത്തിക്കേണ്ടത്. എങ്ങനെ? വൈകിക്ക് എന്തിനോടെങ്കിലും ആത്മബന്ധം എന്തെന്നുണ്ടെങ്കിൽ അത് പണത്തിനോട് മാത്രമാണ്. പണത്തിന് വേണ്ടി അവൾ എന്ത് നെറിയേടും കാണിച്ചു കൂട്ടും. അതിനൊരു മടിയുമില്ല. ഇതിൽ ഞാൻ ചെയ്യേണ്ടത് എന്തെന്ന് ഏട്ടൻ പറഞ്ഞില്ല, അതിലേക്കാണ് വരുന്നത്. നീ വൈകിയെ പോയി കാണണം. അവളെ കാണുമ്പോൾ നിന്റെ ഗെറ്റപ്പ് അത് പാടെ മാറ്റണം. ഒപ്പം സംസാര രീതിയും. അവൾക്ക് അടുത്ത് ചെന്ന് പറയേണ്ടത് നീ വാമിയുടെ ബിസിനസ് പാർട്ണർ ആണെന്നും ഒപ്പം വാമി മരിക്കും മുമ്പ് നിന്നെ ഏൽപ്പിച്ച 2 കോടി രൂപ അത് വാമിയുടെ ഫാമിലി ഏൽപ്പിക്കാനാണ് വന്നത്. എന്നാൽ ഫാമിലി ആരെയും അറിയില്ലെന്നും ഒരിക്കൽ വാമി നിന്റെ ഫോണിൽ നിന്നും വൈകിയെ വിളിച്ചിരുന്നെന്നും പിന്നെ വൈകി അവൾക്കൊപ്പം കണ്ടിട്ടുള്ള പരിചയത്തിലുമാണ് അവൾ അന്വേഷിച്ച് വന്നതെന്നും പറയണം. കൂടാതെ ക്യാഷ് നിന്റെ തിരക്കുകൾ കാരണം വൈകിയെ ഏൽപ്പിക്കുവാണെന്നും അത് വാമിയുടെ വീട്ടുകാരെ ഏൽപ്പിക്കണമെന്നും പറയണം. ആ സമയം ക്യാഷ് വാങ്ങിയെടുക്കാൻ നിനക്കൊപ്പം വരാൻ അവൾ ഇങ്ങോട്ട് തയ്യാറാവും. അങ്ങനെ നിന്റെ കൂടെ വരാൻ തയ്യാറാവുന്നവളെ എവിടെ എത്തിക്കണം എന്നുള്ളത് അപ്പം പറയാം. തൽക്കാലം ഞാൻ ഇപ്പോൾ പറഞ്ഞത് അത്രയും നിനക്ക് ചെയ്യാനാവുമല്ലോ അല്ലേ? തീർച്ചയായും. എന്നൊരു സംശയമുണ്ട് എനിക്ക്. എന്ത് സംശയം?
അവിടെ ഇക്കാര്യം ക്രിസ്റ്റി അയാളോടെങ്ങനെ പറഞ്ഞ ഞാൻ നിന്നോട് പറഞ്ഞില്ല പ്രണവ്, അവൾക്ക് ആത്മബന്ധം എന്നൊന്നുണ്ടെങ്കിൽ അത് പണം, അത് എന്നതിനോട് മാത്രമാണ്. അത് കിട്ടാൻ ഏതറ്റവും പോകും. കൂടെ നിന്നും ആരുടെ കാല് വേണമെങ്കിലും വാരാനും കൊല്ലാനും തയ്യാറാവും. എന്തായാലും ഇതവൾ ക്രിസ്റ്റിയോട് പറയില്ല. പറഞ്ഞ അവരിത് കൈക്കലാക്കി അവൾക്കൊന്നും കൊടുക്കില്ലെന്ന് നല്ല പോലെ അറിയാം. എങ്കിൽ ഞാൻ എപ്പോഴാണ് അവരെ വൈകിയെ കാണേണ്ടത്? നാളെ തന്നെ. അതിനു മുമ്പ് നിന്റെ രൂപം ഒന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. പാറു കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ടരികിൽ അവൾക്കടുത്തിരിക്കുന്ന ദേവിനെയാണ് കണ്ടത്. ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കിയ പാറുവിനെ ശ്രദ്ധയോടെ പിടിച്ചിട്ട ശേഷം ദേവ് ചോദിച്ചു, ചേച്ചിക്കിപ്പോൾ കുഴപ്പമെന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല മോളെ, ചേച്ചിക്കിപ്പോൾ കുഴപ്പമൊന്നും തന്നെയില്ല, പാറു പറഞ്ഞു. എന്നാലേ ഞാൻ പോയി ചേച്ചിക്കുള്ള ഫുഡ് എടുത്തിട്ട് വരാം, മെഡിസിൻ കഴിക്കേണ്ട ടൈമായി. അതിന് പാറു ഒന്ന് മൂളി. ദേവ് താഴേക്ക് പോയതും പാറു ബെഡിൽ ചാരിയിരുന്നു. ആ നിമിഷം ചുവരിലെ കാശിയുടെയും പാറുവിൻ്റെയും നടുക്കരിക്കുന്ന കുഞ്ഞിയുടേതായ ആ ഫോട്ടോയിലേക്ക് കണ്ണുകൾ എത്തി നിന്നും അവളുടെ കാര്യങ്ങൾ മെല്ലെ അവളുടെ വയറ്റിലമർന്നു. അമ്മയ്ക്കറിയാം, അമ്മയെ തനിച്ചാക്കി കുഞ്ഞിയുടെ അച്ഛൻ ഒരു വാക്ക് പോലും എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാതെ പോയത് പോലെ എൻ്റെ മോൾക്ക് പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. അമ്മയുടെ വയറ്റിനുള്ളിൽ അമ്മയുടെ സ്വന്തം മോളായി വരാൻ പോകുന്നത് എൻ്റെ കുഞ്ഞിയാണെന്ന്. മോൾ എത്രയും വേഗം ഇങ്ങ് വരണം, എൻ്റെ ആ പഴയ കുഞ്ഞിപ്പെണ്ണായി. എന്നിട്ട് വേണം നിൻ്റെ അച്ഛനൊരു പാഠം പഠിപ്പിക്കാൻ. അതുവരെ അമ്മ കരയില്ല. കരഞ്ഞാൽ എൻ്റെ കുഞ്ഞിക്കാണ് ദോഷം. അത് ഈ അമ്മയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് കരയില്ല, ഞാൻ കരയില്ല, ഒരിക്കലും കരയില്ല. വൈകിയുടെ ഫ്രണ്ട് വൈഫ് ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡിയായി കിട്ടിയിരുന്നു അവൾക്ക്. എയർപോർട്ടിൽ അവൾ എത്തും, ആ ടൈം തന്നാൽ മതി എന്ന് വിളിച്ചു പറഞ്ഞ ശേഷമാണ് അവൾ റെഡിയാവാൻ തുടങ്ങിയത്. പെട്ടെന്നാണ് ഫോണിലേക്ക് കോൾ വന്നത്. പരിചയമില്ലാത്ത നമ്പർ കണ്ടതും അവൾ ഭയം നീലിച്ചു. കാശി, അവൻ താൻ രക്ഷപ്പെടാൻ നോക്കുന്ന അറിഞ്ഞു കാണുമോ? ഇവിടെ എവിടെയെങ്കിലും എത്തിയ ശേഷം തന്നെ വിളിക്കുന്നതാവുമോ? അങ്ങനെ ഒരുപാട് ചിന്തകൾ അവൾക്കുള്ളിൽ വന്നു നിറഞ്ഞു. ആ സമയം കൊണ്ട് തന്നെ കോള് കട്ടായി. ഒരു നിശ്വാസത്തോടെ ഫോൺ ബെഡിൽ വെച്ച് തിരിയുമ്പോൾ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി. അവസാനം രണ്ടും കൽപ്പിച്ചും അവൾ ഫോൺ എടുത്തു. ഹലോ, വൈകിയല്ലേ? അതെ, വൈകിയാണ്. നിങ്ങൾ ആരാണ്? എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? ഞാൻ വൈകിയുടെ ഫ്രണ്ട് വാമികല്ലേ, അവളുടെ ബിസിനസ് പാർട്ട്ണറാണ്. വാമികയുടെ ഫാമിലി അറിയാതെ ഞങ്ങൾ രണ്ടാളും ഒരു ബിസിനസ് നടത്തിയിരുന്നു. അത് ക്ലിക്കാവുകയാണെങ്കിൽ വീട്ടിൽ പറഞ്ഞ് ഞെട്ടിക്കാന്ന വാമി പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ ലാഭമായി 4 കോടി കിട്ടി. അതിൽ 2 കോടി വാമിക്കുള്ളതാണ്. ബട്ട് വാമിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വാമിയുടെ ഫാമിലി ആരുമായി ഞാൻ കണക്റ്റ് അല്ല. അതുകൊണ്ട് അവരെ കോൺടാക്ട് ചെയ്ത് ക്യാഷ് ഏൽപ്പിക്കാമെന്ന് വെച്ചാൽ ആരെങ്കിലും അറിയില്ല. ഒരിക്കലും വാമിയെ കിട്ടില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു വൈകി എന്നെ ഇയാളുടെ നമ്പർ തന്നിരുന്നു. പിന്നെ വാമിക്കൊപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നലെയാണ് ഫോണിൽ സേവ് ചെയ്ത ഇയാളുടെ നമ്പർ കിട്ടിയത്. വാമി അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുമോ? ആൾക്ക് ഒരുപാട് സന്തോഷമാവും ഇതറിഞ്ഞു കഴിഞ്ഞാൽ. 2 കോടി എന്ന് കേട്ടത് വൈകിയുടെ കണ്ണുകൾ അമ്പരപ്പോടെ വിടർന്നു. അതെ, ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാമേ. ഓക്കെ. ഫോൺ വെച്ച് തിരിയുമ്പോൾ തന്നെ കാശ് ചോദിച്ചു. എന്തു പറഞ്ഞവള്? ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ടാക്കി. ഇനി സംശയം എന്തെങ്കിലും തോന്നിക്കാണുമ്പോൾ നോ, അവൾ 2 കോടി എന്ന് കേട്ട നടുക്കത്തിലാണ്. നോക്കിക്കോ, ആ ക്യാഷ് കഴിക്കാനൊക്കെ അവളുടെ ഒരു പ്ലാൻ ആലോചിച്ച് തയ്യാറാക്കിയ ശേഷം അവൾ നിന്നെ ഇങ്ങോട്ട് തന്നെ വിളിക്കും. ഈ സമയം വൈക റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. 2 കോടി, എനിക്ക് വിശ്വാസം വരുന്നില്ല. 2 കോടി, അതും എനിക്ക് കിട്ടാൻ പോകുക. ചത്തു മണ്ണടിഞ്ഞ് പോയവൾ കൂടെ ആകെ അവളെ കൊണ്ട് ഇങ്ങനൊരു ഗുണമുണ്ടായല്ലോ. പക്ഷെ എങ്ങനെ ഞാൻ പണം എൻ്റെ കാര്യങ്ങളിലാക്കും? വൈക ആലോചിക്കാൻ തുടങ്ങി. അവസാനം ഒരു പ്ലാൻ കിട്ടിയതും അവൾ ആദ്യം വിളിച്ച് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഒപ്പം ആ നിമിഷം തന്നെ പ്രണവിനെ വിളിച്ചു. കാശേട്ടാ, ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ദേ അവർ ഇങ്ങോട്ട് വിളിക്കുന്നു. ഞാൻ പറഞ്ഞില്ല പ്രണവ്, അവൾ കാശിന് വേണ്ടി ഏതറ്റവും പോകുമെന്ന്. നീ വേഗം ആ കോൾ എടുക്ക്. കാശി പറഞ്ഞു തന്നെ പ്രണവ് കോൾ എടുത്തു.